എന്റെ കയ്യിൽ നിങ്ങൾ ഇപ്പൊ എന്താണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് അറിയോ? വിശദമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ പുറകിലായിട്ട് നമ്മുടെ സെന്ന്, നമ്മുടെ ആറ്റോ ഇവിടെ കിടപ്പുണ്ട്. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ കൂളിംഗ് ഓയിലാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെന്ന് ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സെന്നിന്റെ AC കൂളിംഗ് എന്ന് പറയുന്ന സാധനം ഇല്ല. നമ്മുടെ വണ്ടിയിൽ കയറ്റിയിരിക്കുന്നത് പുതിയ AC യൂണിറ്റ് ആണ്, ഫുള്ള് പുതിയതാണ്. പക്ഷെ നമുക്ക് പ്രതീക്ഷിച്ച ഒരു കൂളിംഗ് കിട്ടുന്നില്ല തന്നെ. അപ്പോൾ അതിൻ്റെ അടുത്ത് ആ യൂണിറ്റ് കയറ്റിയപ്പോൾ തന്നെ നവാസിക്ക പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ഈ ഒരു സെന്നിന്റെ കൂളിംഗ് ഓയിൽ മൊത്തത്തിൽ മോഡിഫൈ ചെയ്യാമെന്ന്. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സെന്നിന്റെ കൂളിംഗ് ഓയിൽ നമ്മൾ മോഡിഫൈ ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ഇത് വേറെ ഒരു വണ്ടിയുടേതാണ് നമ്മൾ കൂളിംഗ് ഓയിൽ ഇതിൽ സെറ്റ് ആക്കിയിരിക്കുന്നത്. നമ്മുടെ ടോപ്പ് സീക്രട്ട് സാധനമാണ്. അത് നമ്മൾ പുറത്ത് വിടുന്നില്ല. അത് നമ്മൾ സക്സസ് ആയി കഴിഞ്ഞാൽ പുറത്ത് വിടാം. നിങ്ങളിത് കണ്ടോ, ഒരു സെന്നിലെ AC ടെമ്പറേച്ചർ ആണ് 7.1. ഇത് കുറഞ്ഞു പൊക്കോണ്ടിരിക്കുകയാണ്, 6.9 എത്തിയിരിക്കുകയാണ്. കുറച്ചെണ്ണം കഴിഞ്ഞാൽ മൈനസ് ആവും അല്ലെ? മൈനസ് വരെ എത്തത്തില്ല, അതിനുള്ള നമ്മളെ കട്ട് ഓഫ് കറക്റ്റ് സെറ്റ് ചെയ്യും. ഇത്രയും തണുപ്പുള്ള ഒരു സെന്ന് കേരളത്തിൽ കാണുമോ? കാണത്തില്ല. അപ്പൊ അങ്ങനെ നീണ്ട ഒരാഴ്ചത്തെ ശ്രമത്തിന് ശേഷം നമ്മുടെ വണ്ടിയുടെ കൂളിംഗ് നവാസിക്ക സെറ്റാക്കി തന്നിരിക്കുകയാണ്. അതായത് നവാസിക്ക നമ്മുടെ സെന്നിവിടെ കൊണ്ടുവന്ന സമയത്ത് ഇരിക്കാൻ പറഞ്ഞ കാര്യമാണ്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ കൂളിംഗ് കൂടും. അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ട് കൊടുത്ത് നവാസിക്ക സെറ്റാക്കി തന്ന് ഐസ് പിടിപ്പിക്കുന്ന രീതിയിലാക്കി തന്നിട്ടുണ്ട്. അത്ര ആക്കി തന്നിട്ടുണ്ട്. ഇന്ന് വരെ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഒരു സെന്നില്ല, ഇത്രയും കൂളിംഗുള്ള സെന്നില്ല. അപ്പോൾ നിങ്ങളുടെ വണ്ടിയും ഇതേപോലെ ആക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻ നവാസിക്കയുടെ നമ്പർ പലതവണയായിട്ട് പോയിട്ടുണ്ട്. നവാസിക്കയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പക്ഷേ സീക്രട്ട് നമ്മൾ പുറത്തു വിടത്തില്ല. വണ്ടി നിങ്ങളിവിടെ കൊണ്ടുവരണം, നീറ്റാക്കി പക്കയാക്കി ചെയ്തു തരും.